സ്റ്റോറി മന്ദിരത്തിലേക്ക് സ്വാഗതം. നീലവിരിയിട്ട ജാലകം ഭാഗം 3. ഗോപാലപുരത്തു നിന്നുള്ള മടക്കയാത്രയിൽ ചിന്തു ആകെ അസ്വസ്ഥനായിരുന്നു. ഹൃദയത്തിൽ നനഞ്ഞ പഞ്ഞിക്കെട്ടിന്റെ ഭാരം. മേനകയുടെ കൊലുസിന്റെ കിലുക്കം ഇപ്പോഴും കാതിൽ അരിച്ചു നിൽക്കുന്നു. ഒപ്പം ആ വാക്കുകൾ, എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളുടെ മുഖം ചിന്തുവിനുണ്ട്. എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളുടെ മുഖം. മേനകയ്ക്ക് വളരെ പ്രിയപ്പെട്ട ആ ഒരാൾ ആരാണ്? തന്റെ മുഖത്തിന് സദൃശ്യമായ മുഖമുള്ള ആൾ. ഒരു പക്ഷേ ചന്തുവേട്ടനായിരിക്കുമോ അത്? സർക്കിൾ ഇൻസ്പെക്ടർ ചന്തുപ്രസാദിന്റെ അനിയനാണ് താനെന്ന് മേനക മനസ്സിലാക്കിയിരിക്കുന്നു. ചന്തുവേട്ടനുമായി മേനകയ്ക്ക് എന്തെങ്കിലും പൂർവ്വബന്ധം? അത്തരം സെന്റിമെന്റ്സ് ഒന്നുമുള്ള ആളല്ല ചന്തുവേട്ടൻ. കാര്യമായിട്ട് ചെങ്ങാതിമാർ പോലുമില്ല. താൻ റിസർവ് ടൈപ്പ്. ചന്തുവേട്ടന്റെ വിവാഹം പോലും 100% അറേഞ്ച്ഡ് ആയിരുന്നു. വിവാഹത്തോടെ ഏട്ടന്റെ ലോകം ഏട്ടത്തിയമ്മയിലും പിന്നീട് നട്ടുവിലുമായി ചുരുങ്ങി. ജോലി, കുടുംബം, ഈ 2 കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ചന്തുവേട്ടന് ചിന്തയുള്ളൂ. ചന്തുവേട്ടൻ എന്തെങ്കിലും ഒരു പ്രേമമുണ്ടായിരുന്നതായി പോലും സങ്കല്പിക്കാനാവില്ല. അല്ലെങ്കിലും ചന്തുവേട്ടനും താനുമായി യാതൊരു മുഖസാദൃശ്യവുമില്ല, താനും രൂപസാദൃശ്യവുമില്ല. ചന്തു എന്നും ചിന്തു എന്നും ചേർച്ചയുള്ള 2 പേരുകൾ അച്ഛൻ തങ്ങൾക്ക് നൽകിയെന്നു മാത്രം. ചന്തുവേട്ടന് അച്ഛന്റെ അതേ മുഖവും രൂപവുമാണ്. ഇരുനിറത്തിൽ ഐശ്വര്യമുള്ളതാണെങ്കിലും അല്പം പരുക്കൻ ഭാവമുള്ള മുഖം, നല്ല ഉയരം, ബലിഷ്ഠമായ ശരീരപേശികൾ. തനിക്ക് അമ്മയുടെ ചായയാണ് ആ സോഫ്റ്റ് ലുക്ക്. അല്പം തടിച്ച് അത്രയധികം ഉയരമില്ലാതെ പോലീസ് യൂണിഫോമിന് ചേരാത്ത മുഖവും മാർദ്ദവമുള്ള മനസ്സുമാണ് തന്റേതെന്ന് ഏടത്തിയമ്മ കൂടെ കൂടെ അഭിപ്രായപ്പെടാറുണ്ട്. ചിലപ്പോൾ സ്വയം തോന്നിയിട്ടുമുണ്ട്. ഏട്ടനെയും തന്നെയും കണ്ടാൽ സഹോദരങ്ങളാണെന്ന് ആർക്കെങ്കിലും തോന്നണമെന്നില്ല. ആ സ്ഥിതിക്ക് ചന്തുവേട്ടന്റെ മുഖത്തിന്റെ ഓർമ്മയായിരിക്കില്ല തന്റെ മുഖം കാണുമ്പോൾ മേനകയ്ക്ക് തോന്നുന്നത്. പക്ഷേ തന്റെ മുഖച്ഛായുള്ള ഒരു കാമുകൻ മേനകയ്ക്ക് ഉണ്ടായിരുന്നിരിക്കാം. അതോ തന്നെ വശീകരിച്ച് ആ കാൽച്ചുവട്ടിൽ കെട്ടിയിടാൻ വേണ്ടി മേനക മനഃപൂർവ്വം ഒരു കള്ളം പറഞ്ഞതാവുമോ? അവർക്ക് വളരെ പ്രിയപ്പെട്ടവരുള്ള മുഖം തനിക്കുണ്ടെന്ന്. അതാവാം സത്യം. പല സ്ത്രീകളും പുരുഷന്മാരും അത്തരം ചില കെണികൾ ഒരുക്കാറുണ്ട്. തങ്ങൾക്കിഷ്ടം തോന്നുന്ന ആരെയെങ്കിലും കണ്ടെത്തുമ്പോൾ അവർക്ക് തങ്ങളുടെ കഴിഞ്ഞ കാലത്തെ ആരുടെയെങ്കിലും മുഖസാദൃശ്യമോ സ്വഭാവ സാദൃശ്യതയോ ഉണ്ടെന്ന് പറഞ്ഞ് കൃത്രിമമായ അടുപ്പം കാട്ടുക, അങ്ങനെ വലയിൽ കുരുക്കുക. അതൊരടവാണ്. മേനക എന്ന മന്ത്രവാദിനിയും അത് തന്നെയാവും ചെയ്യുന്നത്. മേനകയ്ക്ക് അതിന്റെ ആവശ്യമുണ്ടോ? അല്ലാതെ തന്നെ ആരും ആ കാൽച്ചുവട്ടിൽ വീടില്ലേ? അത്രയ്ക്ക് അനുഗ്രഹീതമായ മുഖശ്രീയും മെയ്യഴകും. ചിന്തു തങ്ങളുടെ നഗരത്തിലെത്തിയപ്പോഴേക്കും സന്ധ്യ കഴിഞ്ഞിരുന്നു. കല്യാണി ഒരു പക്ഷേ ആഴ്ചപതിപ്പിന്റെ ഓഫീസ് ഗേറ്റിൽ കാത്തുനിന്നും അടുത്ത് സ്ഥലം വിട്ടിരിക്കും. ചിന്തു എവിടെ പോയി എന്നവളെ വേവലാതിപ്പെടുന്നുണ്ടാവും. ഏതായാലും വീട്ടിൽ ചെന്ന ശേഷം ഫോണിൽ അവളുമായി ബന്ധപ്പെടാം ചിന്തു ഉറപ്പിച്ചു. വീട്ടിലെത്തി ഡ്രസ്സിംഗ് മിററിന് മുന്നിൽ നിന്ന് തൂവാല കൊണ്ട് കഴുത്തിലെ വിയർപ്പൊപ്പുമ്പോഴാണ് ചിന്തു അത്ഭുതം കണ്ടെത്തിയത്. വെളുത്ത നനത്ത തൂവാലയിൽ ഒരു നീണ്ട മുടി ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. തന്റെ നെഞ്ചിലോ കുപ്പായത്തിനുള്ളിലോ കുരുങ്ങിയിരുന്നതാവാം. പുരുഷന്മാരുടേതല്ല, ഒടിവുകളുള്ള നല്ല നീളം മുടി. ഇതെങ്ങനെ തന്റെ ദേഹത്ത് വന്നു? കുറേ നേരം ആലോചിച്ചു. പെട്ടെന്ന് ചിന്തുവിൽ ഒരു നടുക്കമുണ്ടായി. കുറെ സമയത്തേക്ക് മേനക തന്റെ നെഞ്ചിൽ തട്ടി നിന്നത് ഓർക്കുന്നു. വേപതുവോടെ ചിന്തു ആ മുടിയുടെ അടുത്ത് നിവർത്തും. ഒരു സ്കെയിലെടുത്ത് അളന്നാലോ? കയ്യിൽ കിട്ടിയത് ഏടത്തിയമ്മയുടെ തയ്യൽ മെഷീനിന് മുകളിലിരുന്ന ടേപ്പാണ്. 120 സെന്റിമീറ്ററിലധികം നീളമുള്ള മുടി. വിശേഷപ്പെട്ടത് തന്നെ, പ്രത്യേകം സൂക്ഷിച്ചു വെക്കേണ്ടത്. അല്ലെങ്കിലും ആ മുടിയഴക മേനക ഉണ്ണിയുടെ ഒരു വലിയ സവിശേഷത തന്നെ. ചിന്തു ഒരു പ്ലെയിൻ കവർ എടുത്ത് ആ മുടിയിഴ പല മടക്കുകളാക്കി അതിനുള്ളിൽ നിക്ഷേപിച്ചു. കവർ മടക്കി ഡ്രസ്സിംഗ് ടേബിളിൽ വെച്ച് പറന്നു പോകാതിരിക്കാൻ ഒരു പൗഡർ ടിൻ എടുത്ത് മുകളിലും പ്രതിഷ്ഠിച്ചു. പിന്നെ ടെലിഫോണിനരികിലേക്ക് നടന്നു. ഡയൽ ചെയ്ത ഉടൻ കല്യാണിയെ കിട്ടി. എന്താ സേ, ഇന്നെവിടെയാ തെണ്ടാൻ പോയത്? തൊഴിൽപരം. തേങ്ങാക്കൊല. എങ്കിൽ എനിക്ക് കേൾക്കണ്ട. നിന്റെ ഈ സംസാരമുണ്ടല്ലോ എനിക്കൊട്ടും പിടിക്കുന്നില്ല. ഒടുവിൽ എന്നെയും പിടിക്കാതെ വരുമോ? ആ, ചിലപ്പോൾ അങ്ങനെ വല്ലതും സംഭവിച്ചെന്നുമിരിക്കും. കൊല്ലും ഞാൻ. ഇത് കല്ലുവാ. ബൈക്കിന്റെ പിന്നിലിരുത്തി പട്ടണം ചുറ്റിച്ച് പേര് ചീത്തയാക്കിയിട്ട് കാലം മാറാനോ? മന്ന പോലീസേ. പൊടിയൊന്ന്. എടീ പൊടിന്നൊക്കെ വിളിക്കണതേ ഞാൻ പറയുന്നില്ല. എടീ പൊടി കൊണ്ടൊന്നും തീരൂല. തല്ലുകൊണ്ട് എല്ലൊടിയണ വരുന്ന ലക്ഷണമുണ്ട്. ഡയലോഗ് അല്പം പതുക്കെ. അടുത്ത മുറിയിൽ അച്ഛനും അമ്മയുമുണ്ട്. ഫോണിലൂടെയുള്ള എന്റെ ശബ്ദം അടുത്ത മുറി കേൾക്കുമോ? ചുമ്മാ ഒരു വളിപ്പ് പറഞ്ഞതല്ലേന്നേ.
ഞാനൊന്ന് മേൽകഴുകാൻ ഒരുങ്ങിയായിരുന്നു. ഇയാളെ കാത്തു നിന്ന് അറിയിച്ച് ഇപ്പൊ വീടെത്തിയതേയുള്ളൂ. ബാത്റൂമിൽ നിന്ന് വന്നിട്ട് പറയാൻ ബാക്കി. നിങ്ങളുടെ ബാത്റൂമിൽ ടെലിഫോൺ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? കുളിപ്പാട്ട് വേഷത്തിൽ ബാത്ടപ്പിൽ കിടന്നോണ്ട് സംസാരിക്കാമല്ലോ. നല്ല രസമായിരിക്കും. പോ ചപ്പട്ടെ. കല്യാണി ഫോൺ വെച്ചു. ചിന്തു ഊറിച്ചിരിച്ചു. മേനകയെ അവൻ മറന്നിരുന്നു. നെഞ്ചിൽ കല്യാണി ലഹരിയായി പതയുന്നു. എന്നാൽ അത്താഴമേശയിൽ വെച്ച് ചിന്തുവിന് വീണ്ടും മേനകയെ ഓർമ്മ വന്നു. ചന്തുവേട്ടന്റെ മുഖം കണ്ടപ്പോൾ ഒരു സംശയം. ചന്തുവേട്ടന് മേനക എന്നൊരു പേരുകാരിയെ അറിയാമോ? ചിന്തു തുറന്നു ചോദിച്ചു. അറിയാം. ഇന്ദ്രസദസ്സിലെ നർത്തകിമാരിൽ ഒരുവളാണെന്ന് കേട്ടറിവ്. വിശ്വാമിത്രനുമായി ഉടക്കുണ്ടാക്കിയ കക്ഷി. ചന്തുവിന്റെ മറുപടി കേട്ട് ദയ ചിരിച്ചുപോയി. അതല്ല, ചന്തുവേട്ടന്റെ ഇപ്പം സ്കൂളിലോ കോളേജിലോ പഠിച്ച വല്ല മേനകയും. മതി. ദയയുടെ മനസ്സിൽ സംശയത്തിന്റെ വിഷം കുത്തിവെക്കാനുള്ള പരിപാടിയാണ് നിന്റേതെന്ന് മനസ്സിലായി. ഞങ്ങൾ സമാധാനമായി ജീവിക്കുന്നത് കണ്ടിട്ട് സഹിക്കുന്നില്ല. നിന്നെയും നിന്റെ പെണ്ണിനെയും പോലെ ഞങ്ങളും തമ്മിൽ തല്ലി തലകീറണം. എന്റെ മനസ്സിൽ വിഷം കുത്തിവെക്കാനൊന്നും ഒരുങ്ങണ്ടട്ടോ മോനെ, ദയ അറിയിച്ചു. ആ സിറിഞ്ച് ഞാൻ നിന്റെ കല്യാണിയുടെ നെഞ്ചിലേക്ക് കുത്തിവെക്കും. ചിന്തുവിന് ഏതോ മേനകയുടെ ബാധ കൂടിയിട്ടുണ്ടോന്ന് കല്യാണിക്ക് അറിവ് കൊടുത്തേക്കാം. ചിന്തു ചമ്മൽ മറയ്ക്കാനായി വെറുതെ ചിരിച്ചുകൊണ്ടിരുന്നു. എന്തോ കഴിച്ചുവെന്ന് വരുത്തി അവൻ തിന്മേശ വിട്ട് എഴുന്നേറ്റപ്പോൾ ദയ വിളിച്ചു പറഞ്ഞു. പാവൻ ചിന്തൂട്ടൻ, നമ്മളെ രണ്ടിനെയും ഒന്ന് ഇളക്കി നോക്കിയതാ. കുട്ടനൊന്ന് മനസ്സിലാക്കിക്കോ. ഏടത്തിയമ്മയ്ക്ക് നിന്റെ ഏട്ടനെ നന്നായി അറിയാം. വെറുതെ എന്റെ കണ്ണൻ നെഞ്ചു പുണ്ണാക്കണ്ട. പറയുന്ന ഒപ്പം ദയ ചിരിക്കുന്നുമുണ്ടായിരുന്നു. ചന്തുവും. ചിന്തു ഒരു വിധത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. പിറ്റേന്ന് ചിന്തുവിന് രസകരമായ ഒരു കേസ് കിട്ടി. മധ്യവയസ്കയായ ഒരു സ്ത്രീ തന്റെ അയൽക്കാരൻ തനിക്കെതിരെ കൂടോത്രം ചെയ്തു എന്ന ചാർജുമായി സ്റ്റേഷനിലെത്തി. ചാത്തന്നൂർ മാമി എന്ന മന്ത്രവാദിയായിരുന്നു പ്രതി. കൂടോത്ര കേസിൽ പോലീസിനൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞ് സ്ത്രീയെ മടക്കി അയച്ചെങ്കിലും ചിന്തുവിന് ആ മന്ത്രവാദിയെന്ന് കാണാൻ മോഹമായി. മാമി എന്ന സ്ത്രീലിംഗ നാമത്തിൽ അറിയപ്പെടുന്ന അയാൾ ഒരു പടുവൃദ്ധനാണത്രേ. ചുട്ട കോഴിയെ പറപ്പിക്കും പോലും. ഒരു കോൺസ്റ്റബിളിനെ അയച്ച് ആളെ സ്റ്റേഷനിൽ വരുത്തിച്ചു. മുടിയും താടിയും നീട്ടി എല്ലാം തോലുമായി കറുകറുത്തൊരു കിഴവൻ. താനെ നിവർന്നു നിൽക്കാൻ വിഷമം. ഒരു മന്ത്രവാദിയെ ചിന്തു ആദ്യമായി കാണുകയായിരുന്നു. എനിക്ക് ഒരു സ്ത്രീയെ അറിയാം. അവർ മനുഷ്യ സ്ത്രീയോ യക്ഷിയോ എന്ന് പലർക്കും സംശയം. ചിന്തു വിഷയം അവതരിപ്പിച്ചു. സംശയിക്കേണ്ട, യക്ഷി തന്നെ. വൃദ്ധനിൽ നിന്ന് ഉടൻ മറുപടി വന്നു. എന്റെ കയ്യിൽ നിന്ന് പോയതാ അവൾ. ചിന്തുവിന് ഉത്സാഹമായി. എന്റെ കൈവശം അവരുടെ ഒരു നീണ്ട മുടിയുണ്ട്. എങ്കിൽ അത് വെച്ചോണ്ട് ഞാൻ അവളെ സാറിന്റെ മുന്നിൽ വരുത്തിത്തരാം. നൂലുബന്ധമില്ലാതെ പറന്നു വരും. മന്ത്രവാദിയുടെ സ്വരം കരച്ചിൽ പോലെ പതറി. പക്ഷെ ആ മുടി നഷ്ടപ്പെടാതെ സൂക്ഷിച്ചോളണം. നഷ്ടപ്പെടാനാ സാധ്യത. എങ്ങും നഷ്ടപ്പെടില്ല. നാളെ ഇയാൾ ഒന്നുകൂടി ഇവിടെ വരേണ്ടി വരും. ഞാനത് നിങ്ങളെ ഏൽപ്പിക്കാം. എന്നാൽ അന്ന് വീട്ടിലെത്തി ചിന്തു ഡ്രസ്സിംഗ് ടേബിളിൽ നോക്കുമ്പോൾ മേനകയുടെ മുടി സൂക്ഷിച്ചിരുന്ന കവർ കാണാനേയില്ല. ആദ്യം നെട്ടുവിനെയാണ് ചോദ്യം ചെയ്തത്. പിന്നെ ഏടത്തിയമ്മയെ. നിസ്സാര ഭാവത്തിലായിരുന്നു ദയയുടെ മറുപടി. അതൊരു വെറും പ്ലെയിൻ കവറിലായിരുന്നു. അകത്ത് ഒന്നുമില്ലായിരുന്നല്ലോ. ഞാനൊരു കവർ തിരക്കി നടന്നപ്പോൾ കയ്യിൽ കിട്ടിയത് അതാണ്. മുൻപ് ഇവിടെ അടുക്കളപ്പണിക്ക് നിന്നിരുന്ന മാധവിത്തള്ളയുടെ ചെറുമകളുടെ കല്യാണമായിരുന്നുവെന്ന്. ആ കുട്ടിക്ക് കൊടുക്കാൻ നിശ്ചയിച്ച സമ്മാനത്തുക ഡ്രസ്സിംഗ് ടേബിളിൽ ഇരുന്ന ആ കവറിലാക്കിയ കൊടുത്തത്. ചിന്തുവിന് വേണമെങ്കിൽ ചന്തുവേട്ടന്റെ അലമാരയിൽ പ്ലെയിൻ കവർ കണ്ടേക്കും. ചിന്തു ഒന്നും മിണ്ടാനാവാതെ നിന്നുപോയി. മേനകയുടെ ആ നീണ്ട മുടിയുടെ നഷ്ടപ്പെട്ട മാർഗം തികച്ചും സ്വാഭാവികമാണ്. എന്നാൽ ആ മുടിയുടെ നഷ്ടമായേക്കാമെന്ന് ചാത്തന്നൂർ മാമി എന്ന വൃദ്ധ മാന്ത്രിവാദി പ്രവചിച്ചിരുന്നു എന്നതാണ് അതിലെ അത്ഭുതം. ചിന്തുവിന് ആ രാത്രിയിൽ ഉറങ്ങാൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് ആ മുടി ഉപയോഗിച്ച് മേനകയെ നൂൽബന്ധമില്ലാതെ തന്റെ മുന്നിൽ വരുത്താമെന്നാണ് മാമി പറഞ്ഞിരിക്കുന്നത്. മാമി എന്ന കിഴവൻ പറഞ്ഞത് വിശ്വസിക്കാൻ പ്രയാസം. കൊടിയ മന്ത്രവാദികൾ വിചാരിച്ചാൽ പോലും സാധിക്കാത്ത കാര്യം. അയാൾ ആ മുടി ആവശ്യപ്പെട്ടു. സ്റ്റേഷനിൽ വന്നാൽ നാളെ ആ കിഴവനോട് എന്തു മറുപടി പറയുമെന്നാണ് രാത്രി മുഴുവൻ ചിന്തു ആലോചിച്ചത്. ആ മുടിയില്ലാതെ മാമിയുടെ സിദ്ധി പരീക്ഷിക്കാൻ കഴിയില്ല. അത് നഷ്ടമായി എന്നറിയുമ്പോൾ എല്ലും തോലുമായി ആ കിഴവൻ ശരീരം ഇളക്കി ചിരിച്ചെന്ന് വരാം. പക്ഷെ ചാത്തന്നൂർ മാമി പിറ്റേന്ന് സ്റ്റേഷനിൽ എത്തിയതേയില്ല. ഭാഗ്യം എന്ന് ചിന്തു സമാധാനിച്ചു. എങ്കിലും ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങാൻ നേരം ഒരു സംശയം. എന്തേ കിഴവൻ വന്നില്ല? വലിയ വീരവാദം മുഴക്കിയതാണല്ലോ. അയാളെ കൊണ്ടാകാത്ത കാര്യമാണെങ്കിൽ എന്തിനങ്ങനെയെല്ലാം കെട്ടിക്കയറി പറഞ്ഞു? അതോ തന്റെ കയ്യിൽ നിന്ന് ആ മുടിയുടെ നഷ്ടപ്പെട്ട വിവരം അയാൾ അറിഞ്ഞിരിക്കുന്നോ? വലിയ ത്രികാലജ്ഞാനിയാണെന്നാണെന്നല്ലോ കിഴവന്റെ ഭാവം.
മുടി നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനി സ്റ്റേഷനിൽ വന്നിട്ടെന്ത് കാര്യമെന്ന് അയാൾ വിചാരിച്ചിരിക്കുമോ? മനുഷ്യ ശരീരത്തിൽ മന്ത്രവാദികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കൾ മുടിയും നഖവുമാണെന്നാണ് കോൺസ്റ്റബിൾ ശിവൻപിള്ള പറയുന്നത്. എന്തേ ശിവൻപിള്ളയെ, നമ്മുടെ മാമിയെ കണ്ടില്ലല്ലോ? ചിന്തു അന്വേഷിച്ചു. തന്തയ്ക്ക് അന്തിയാവുമ്പോ ഇറ്റ് വെള്ളമടിക്കുന്ന പരിപാടിയുണ്ട്, വീണുപോയിരിക്കും. സത്യത്തിൽ അയാൾക്ക് വല്ല സിദ്ധിയുമുണ്ടോ? എന്ത് സിദ്ധി? ചുമ്മാ ആളുകളെ പേപ്പിടി കൂട്ടാൻ അതും ഇതും വിളിച്ചു പറയുന്നതല്ലേ. എങ്കിൽ മേനകയുടെ മുടി തന്റെ കയ്യിൽ നിന്ന് നഷ്ടമാകുമെന്ന കാര്യം എന്തേ അയാൾ എങ്ങനെ മുൻകൂർ അറിഞ്ഞു? ചോദിച്ചില്ല. ചിന്തു മനസ്സിലോർത്തതേയുള്ളൂ. അയാളെ ശിവൻപിള്ളയ്ക്ക് നേരത്തെ പരിചയമുണ്ടോ? ചിന്തു ചോദിച്ചു. പിന്നെ അറിയില്ലേ, ഞാൻ ഈ നാട്ടുകാരനല്ലേ. അയാളുടെ അപ്പനും ഒരു മന്ത്രവാദിയായിരുന്നു. അപ്പൻ ചത്തപ്പോ ഇയാളായി. ചാത്തൻ സവിയാണെന്നാ പറയുന്നത്. കൊച്ചുങ്ങൾക്ക് പേടി കിട്ടാതിരിക്കാൻ നൂല് ജപിച്ചു കൊടുക്കും. അല്ലറ ചില്ലറ മറ്റു തട്ടിപ്പുകളും കാണിക്കും. ഇയാളുടെ ഭാര്യയുടെ ബിസിനസ് മറ്റൊന്നായിരുന്നു. എന്ത്? അബദ്ധത്തിൽ ചെന്ന് പെടുന്ന പെൺപിള്ളേരുടെ മാനം രക്ഷിച്ചു കൊടുക്കുന്ന പരിപാടി. വയറ്റുപിഴപ്പല്ലേ, ആരും ശ്രദ്ധിക്കാറില്ല. ഇപ്പോ ആരും അതിനൊന്നും അവരുടെ അടുത്ത് പോകാറില്ല. നാട്ടിൽ മുട്ടിന് ഗൈനക്കോളജിസ്റ്റുകളില്ലേ? തന്റെ അടുത്തും ഇപ്പോ ആരും പോകാറില്ല. പട്ടിണി കിടന്ന് ചാകാറായി. കണ്ടില്ലായിരുന്നോ ആ കിഴവന്റെ ഒരു കോലം? ആളുകൾ ചെല്ലാത്തത് കൊണ്ടും നാട്ടുകാർക്ക് മതിപ്പില്ലാത്തത് കൊണ്ടും ആ കിഴവൻ തീരെ മോശക്കാരനാണെന്ന് പറയാൻ പറ്റുമോ? ഭാഗ്യമില്ലായിരിക്കും. എന്ത് തൊഴിലിലും ഭാഗ്യമുണ്ടെങ്കിലേ രക്ഷപ്പെടൂ. ഭാഗ്യമില്ലാത്തത് കൊണ്ടാവാം ചാത്തന്നൂർ മാമിയിൽ ആളുകൾക്ക് വിശ്വാസമില്ലാത്തത്. ആട്ടെ, സാറിന് ആ കിഴവനെ വിശ്വാസമായോ? എന്ത് വിശ്വാസം? ഇന്നലെ അയാളെ കണ്ടപ്പോൾ വെറുതെ ഒരു രസത്തിന് അയാളെക്കുറിച്ച് അറിയാൻ താല്പര്യം തോന്നി. അയാളുടെ തൊഴിലിനെക്കുറിച്ചും. അല്ല, സാർ അയാളെക്കുറിച്ച് കാര്യമായി അന്വേഷിച്ചുകൊണ്ട് ചോദിച്ചതാ. കൂടുതൽ ചർച്ച വേണ്ട എന്ന് ചിന്ത തീരുമാനിച്ചു. പുതിയ എസ്ഐക്ക് മന്ത്രവാദത്തിലും മന്ത്രവാദികളിലുമൊക്കെ വലിയ വിശ്വാസമാണെന്ന് ഇയാൾ പറഞ്ഞു പരത്തിക്കളയും. അന്നും വൈകുന്നേരം ചിന്തു കല്യാണിയെ കണ്ടു. എന്നാൽ മേനകയെക്കുറിച്ചോ മേനകയുടെ മുടിയെക്കുറിച്ചോ ചാത്തന്നൂർ മാമിയെക്കുറിച്ചോ അവളോട് യാതൊന്നും പറഞ്ഞില്ല. മേനകയുടെ മുടി എങ്ങനെ തന്റെ കൈവശമെത്തി എന്ന് കല്യാണി ചോദിച്ചാൽ കുഴപ്പമാണ്. ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം മുട്ടിക്കാൻ അവൾ വിദഗ്ധയാണ്. മേനകയെക്കുറിച്ച് ചാത്തന്നൂർ മാമി പ്രവചിച്ചതിലും തീരെ കഴമ്പില്ലാതെ വരില്ല. എങ്കിലും ഇതേക്കുറിച്ചൊന്നും ഉറക്കെ ചിന്തിക്കാൻ സാധ്യമല്ല. ആളുകൾ തന്റെ നേർക്ക് കല്ലെറിയും. കല്യാണി ഒഴികെ മറ്റാർക്കും തന്നെ മനസ്സിലാക്കാൻ കഴിയില്ല. മുൻപൊക്കെ ഏടത്തിയമ്മയായിരുന്നു തന്റെ ഹൃദയം സൂക്ഷിപ്പുകാരി. പക്ഷെ ഏടത്തിയമ്മ അറിയുന്ന കാര്യങ്ങൾ അധികം കഴിയും മുമ്പേ ഏട്ടന്റെ കാതിലും എത്തും. അങ്ങനെയാണ് കല്യാണിയുമായുള്ള ബന്ധം ഏട്ടൻ അറിയുന്നത്. കല്യാണി ഏട്ടൻ ഇഷ്ടമായി. സ്വന്തം അനുജത്തെ പോലെയാണ് അവളെ കരുതുന്നത്. കല്യാണിക്കും ചന്തുവേട്ടൻ പ്രിയപ്പെട്ടവനാണ്. ഏട്ടൻ എന്റേതാ എന്ന് പറഞ്ഞ് തന്നെ ചൊടിപ്പിക്കാനായി ഒരു ദിവസം അവൾ തന്റെയും ഏടത്തിയമ്മയുടെയും മുന്നിൽ വെച്ച് ഏട്ടനെ കയറി വട്ടം പിടിച്ച് തോർക്കുന്നു. തന്റെയും കല്യാണിയുടെയും വിവാഹം നടത്തിവെക്കാൻ ചന്തുവേട്ടന് ധൃതിയായിരിക്കുന്നു. ഈയിടെയായി കല്യാണിയുടെ വീട്ടുകാരും അല്പം തിടുക്കം പ്രകടമാക്കുന്നുണ്ട്. ഏതായാലും സംഗതി ഉടനെ നടക്കുന്ന ലക്ഷണമാണ്. മേനകയെ കാണാൻ പോയി തിരിച്ചെത്തിയതിന്റെ കൃത്യം 5-ാം ദിവസം വൈകുന്നേരം ചിന്തുവിനെ അത്ഭുതത്തിൽ നോക്കിക്കൊണ്ട് കല്യാണിയോടി അരികിലെത്തി. അവന്റെ ഷർട്ടിനുള്ളിൽ കൈകടത്തി കഴുത്തിലെ മാല പിടിച്ചുയർത്തി. അപ്പോഴേ ഒന്ന് ചോദിച്ചോട്ടെ? കല്യാണി ചോദിച്ചു. ഈ ആളിലെ അല്ലേ അന്ന് മേനക ഉണ്ണിയെ കാണാൻ പോയപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത്? ചിന്തു ഒന്ന് പതറി. എങ്കിലും സമ്മതിച്ചു. അതെ. എന്നിട്ട് അതിപ്പോഴെങ്ങനെയാ വീണ്ടും ഈ മാലയുടെ കൊളുത്തിൽ വന്ന് കയറിയത്? മേനക വീണ്ടും ഇന്ദ്രജാലം കാട്ടിയോ? അത് എന്തു പറയണമെന്നറിയാതെ ചിന്തു വിഷമിച്ചു. ഉരുളാൻ നോക്കണ്ട, ഉള്ള സത്യം പറഞ്ഞേച്ചാ മതി. ആലില കളഞ്ഞുപോയി എന്ന് പറഞ്ഞത് നുണയല്ലേ? ഗുരുവായൂരപ്പനാണ് സത്യം, നുണയല്ല. പിന്നെ ഇതെങ്ങനെ തിരികെ കിട്ടി? ഉള്ള സത്യം പറയാം. എന്റെ കല്ലു പരിഭവിക്കില്ലെങ്കിൽ. പരിഭവം തോന്നിയാൽ പരിഭവിക്കും. പരിഭവിക്കല്ലേ? എന്റെ അപ്പിയല്ലേ? അപ്പിയോ? ചീ, വൃത്തികേട് പറയാതെ. ഒന്ന് പരിഭവിച്ചാലും കല്യാണി തനിക്ക് മാപ്പ് തരുമെന്ന് ചിന്തുവിന് തോന്നി. അതുകൊണ്ട് ഉള്ള സത്യം തന്നെ പറഞ്ഞേക്കാമെന്ന് അവൻ തീരുമാനിച്ചു. അല്ലെങ്കിലും നുണ പറഞ്ഞാൽ എപ്പോഴെങ്കിലും കല്യാണി അത് കണ്ടുപിടിക്കും. തനിക്കാണെങ്കിൽ നുണ പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള കഴിവുമില്ല. ഉള്ള സത്യം പറഞ്ഞേക്കാം, ചിന്തു അറിയിച്ചു. പറയേ, എത്ര തവണയായി ഈ ഒരു വാചകം തന്നെ ആവർത്തിക്കുന്നു? കല്യാണി ധൃതി കൂട്ടി. പറയാം, പെണ്ണി പിണങ്ങരുത്. അന്ന് എന്റെ മാലയിലെ ഈ സ്വർണ്ണാലയില കാണാതെ പോയില്ലേ? അന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിരുന്നല്ലോ, പിറ്റേന്ന് തന്നെ ഞാൻ മേനക ഉണ്ണിയെ കാണാൻ പോകുമെന്ന്. എന്നിട്ട് പോയോ? എന്നിട്ട് ആ വിവരം എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ല. ഇപ്പൊ പറയുകയാണ്, ഞാൻ എവിടെ പോയിരുന്നു. എന്റെ സ്വർണ്ണ ആലില മേനക തിരികെ തന്നു.
അപ്പോ അവർ തന്നെയായിരുന്നു അത് അടിച്ചെടുത്തത്? അവരുടെ ഇരിപ്പുമുറിയിൽ വെച്ച് ഊരിപ്പോയതാണത്രേ. എന്നിട്ട് ഞാനതിങ്ങെടുത്ത് കൊണ്ടുപോന്നു. പഴയ പോലെ മാലയിൽ കോർത്തിട്ടു. അത്രമാത്രം? മറ്റൊന്നും സംഭവിച്ചില്ല? മേനക ഉണ്ണിയുടെ ഒരു മുടി എനിക്ക് കിട്ടി. ഒരു നീണ്ട മുടി. അതെങ്ങനെ? എങ്ങനെയോ പറന്നെന്റെ മേൽ വീണതാവും. അത്ര അടുത്തടുത്തിരുന്നാണ് നിങ്ങൾ സംസാരിച്ചത്? ഏറെക്കുറെ. എന്തിനാ അങ്ങനെ മുട്ടിയുരുമിരിക്കാൻ പോയത്? കല്ലു, നീ പോലീസ് ഡിപ്പാർട്ട്മെന്റിലല്ല കേട്ടോ ജോലി ചെയ്യുന്നത്, പത്രത്തിലാ. പത്രക്കാരുടെ ക്യൂരിയോസിറ്റി എന്റെ ചോദ്യങ്ങളിൽ പ്രകടമായെന്ന് വരും. എങ്കിൽ നടന്നത് പറയാമല്ലോ. നടന്നതെല്ലാം ചിന്തു അതേപടി കല്യാണി ധരിപ്പിച്ചു. കല്യാണിയുടെ മുഖം ചുവന്നു തൊടുത്തു. കാലി കയറിയതുപോലെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. അവൾ മേലേക്ക് വീണപ്പോ ചിന്തുവിന് ഒഴിഞ്ഞു മാറാമായിരുന്നില്ലേ? അല്ലെങ്കിൽ അവളെ തട്ടിയകറ്റാമായിരുന്നില്ലേ? എനിക്ക് കഴിഞ്ഞില്ല മോളെ. കുറ്റബോധത്തിലൊന്നോണം ചിന്തുവിന്റെ മുഖം കുനിഞ്ഞു. ഒന്നോ രണ്ടോ തവണ വീട്ടിൽ വന്ന് കണ്ടിട്ടുള്ള ഒരു ചെറുപ്പക്കാരന്റെ നെഞ്ചിലേക്ക് കുഴഞ്ഞു വീഴണമെങ്കിൽ അവൾ ഭയങ്കരിയായിരിക്കണമല്ലോ. എനിക്ക് ഒന്നും അറിയില്ല. വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. ചിന്തു കഥ തുടർന്നു. ചാത്തന്നൂർ മാമിയുടെ പ്രവചനവും ഒടുവിൽ മേനകയുടെ മുടി നഷ്ടപ്പെട്ടതുമെല്ലാം. ഒരു കാര്യം പറയാം, കല്യാണി അറിയിച്ചു. ഈ മേനക അത്ര നല്ല പുള്ളിയൊന്നുമല്ല, തീർച്ച. എന്നാൽ അവൾക്ക് ചിന്തുവിന്റെ അമ്മൂമ്മയാകാൻ പ്രായമുണ്ടെന്ന് പറയുന്നതൊക്കെ ശുദ്ധ നുണയാ. ആ നുണ പറഞ്ഞു പരത്തുന്ന തമ്പുരാന് ഒന്നില്ലെങ്കിൽ മുഴുത്തവട്ട്, അല്ലെങ്കിൽ മേനകയോട് മോഹം തോന്നി സമീപിച്ചപ്പോൾ അവൾ അയാളുടെ മുഖമടിച്ച് ആട്ടിവിട്ട് കാണും. അതിന്റെ കെറവ് തീർക്കാൻ അവളെ കിഴവിയായി ചിത്രീകരിക്കുന്നതാവും. കിഴവിയാണെന്ന വിചാരത്താൽ ചെറുപ്പക്കാർ അവളിലേക്ക് ആകർഷിക്കാതിരിക്കാൻ. അടുത്തത് ചാത്തന്നൂർ മാമി എന്ന കിഴവന്റെ കാര്യം. കോൺസ്റ്റബിൾ ശിവൻപിള്ള പറഞ്ഞതുപോലെ വല്ല വയറ്റിപ്പഴുപ്പ് പാർട്ടിയുമായിരിക്കും. മേനക യക്ഷിയാണെന്നും അയാളുടെ കയ്യിൽ നിന്ന് പോയതാണെന്നുമല്ലേ അയാൾ പറഞ്ഞത്? ചിന്തു അത് വിശ്വസിച്ചല്ലോ. കഷ്ടം തന്നെ. മേനകയുടെ തലമുടി നഷ്ടപ്പെട്ടേക്കാമെന്ന് അയാൾ പ്രവചിച്ച് മാത്രമാണല്ലോ ഏക അത്ഭുതം. ഒരു മുടിയുടെ നഷ്ടപ്പെടൽ സൂക്ഷിച്ചു വെക്കുക എത്ര പ്രയാസമാണെന്ന് ആ കിഴവനറിയാം. പോട്ടെ, ഞാനത് വിട്ടു. ചിന്തു സമ്മതിച്ചു. പോരാ, മേനക ഉണ്ണി എന്ന വിഷയമേ ചിന്തു വിടണം. അവർ യക്ഷിയോ മന്ത്രവാദിനിയോ മനുഷ്യസ്ത്രീയോ ആരുമാവട്ടെ, അവരെ ഇനി ചിന്തു കാണാൻ പാടില്ല. അവർ ഒരു സൗന്ദര്യധാമമായതിന്റെ പേരിലുള്ള എന്റെ സ്ത്രീസഹജമായ അസൂയാണെന്ന് തന്നെ കരുതിക്കോളൂ. ശരി, ചിന്തു ഏറ്റു. ഒരാഴ്ചയോളം ചിന്തുവോ കല്യാണിയോ മേനകയെക്കുറിച്ച് ഓർക്കുക പോലും ചെയ്തില്ല. അപ്പോഴാണ് ഒരു വൈകുന്നേരം കോൺസ്റ്റബിൾ ശിവൻപിള്ള ചിന്തുവിനോട് പറഞ്ഞത്, സാർ അറിഞ്ഞോ, ആ കിഴവൻ ചത്തുപോയി. അതാ പിന്നീട് ഇങ്ങോട്ട് വരാതിരുന്നത്. ഏത് കിഴവൻ? ആ ചാത്തന്നൂർ മാമി. മേനകയെ നൂൽബന്ധമില്ലാതെ തന്റെ മുന്നിലെത്തിക്കുമെന്ന മാമിയുടെ പ്രതിജ്ഞയാണ് ചിന്തു പൊടുന്നനെ ഓർത്തത്. എന്ന്? എങ്ങനെ? ചിന്തു ചോദിച്ചു. അന്ന് സ്റ്റേഷനിൽ വന്നില്ലേ, ആ രാത്രിയിലാണത്രേ. തലയിട്ട് കുറച്ചുനേരം ഉരുട്ടി, അല്പം ചോര ഛർദ്ദിച്ചു. ക്ലോസ്. ഇന്നാണ് ഞാൻ വിവരമറിഞ്ഞത്. ശിവൻപിള്ള ചിരിച്ചു. ശിവൻപിള്ളയ്ക്കൊപ്പം മറ്റാരോ കൂടി ചിരിക്കുന്നതായി ചിന്തുവിന് തോന്നി. സ്ത്രീ ശബ്ദം. മേനകയല്ലേ അത്? തെളിഞ്ഞ സായാഹ്നം. ഹിഗിൻസ് ബോത്തംസിൽ നിന്ന് കല്യാണിക്ക് എന്തൊക്കെയോ പുസ്തകങ്ങൾ വാങ്ങാനുണ്ടെന്ന് ഫോൺ ചെയ്ത് അറിയിച്ചിരുന്നു. ബൈക്കിൽ അവളെ അവിടം വരെ കൊണ്ടുപോയി തിരികെ കൊണ്ടുവരണം. എന്നിട്ട് സ്റ്റേഷനിൽ നിന്ന് ചിന്തു നേരെ വിട്ടത് ചാത്തന്നൂർ മാമിയുടെ കുടിലേക്കാണ്. ശരിക്കും ഒരു ഓലക്കുടിൽ, 5 സെറ്റിനുള്ളിൽ ഒടിച്ചു കുത്തിയത്. ചേരി പ്രദേശമാണ്. ഓടയുടെ വക്കീലാണ് പുര. ദുർഗന്ധം തങ്ങി നിൽക്കുന്ന പരിസരം. ഓടയ്ക്കരികിൽ ചിന്തു ബൈക്ക് നിർത്തി. മാമിയുടെ മരണം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അറിയണം. അതാണ് ആവശ്യം. യൂണിഫോമിലല്ലാതിരുന്നിട്ടും പരിസരത്ത് നിന്ന് ചിലരെല്ലാം ചിന്തുവിനെ തിരിച്ചറിഞ്ഞു. അവരിൽ നിന്ന് മറ്റുള്ളവർക്കും മനസ്സിലായി. മോഷണവും കൂലിത്തല്ലും വ്യഭിചാരവും തൊഴിലാക്കിയവരാണ് അവരിൽ അധികവും. അയ്യോ, SI ഏമാൻ. പലരുടെയും ലുങ്കികളുടെ മടക്കിക്കുത്തുകൾ അഴിഞ്ഞു വീണു. തലയിൽ കെട്ടുകൾ അപ്രത്യക്ഷമായി. ചുണ്ടിൽ എരിഞ്ഞിരുന്ന ബീഡികളും സിഗരറ്റുകളും ഓടയിലെ ചീഞ്ഞ വെള്ളത്തിലൂടെ ഒഴുകി. ചാത്തന്നൂർ മാമിയുടെ വീടല്ലേ ഇത്? ചിന്തു ഒരുവനോട് ചോദിച്ചു. അതെ സാർ, പക്ഷെ അയാൾ ചത്തുപോയി. പെട്ടെന്ന് വടിയായതാ. ചിന്തു കുടിലിന്റെ മുറ്റത്തേക്ക് ചെന്നു. അകത്തുനിന്ന് വെലിഞ്ഞു കൂനിയ ഒരു വൃദ്ധ ഇറങ്ങി വന്നു. ചിന്തുവിനെ കണ്ടതും അവൾ നെഞ്ചിൽ തല വിലപിക്കാൻ തുടങ്ങി. എന്റെ കെട്ടിയവൻ പോയേ, എനിക്കാരും ഇല്ലാണ്ടായേ. അങ്ങേർക്ക് ചാകേണ്ട യാതൊരു ദണ്ണവും ഉണ്ടായിരുന്നില്ല. എന്റെ പിള്ളേരുടെ തന്തയെ ദൈവം പിടിച്ചു പറിച്ചുകൊണ്ട് പോയതാണല്ലോ. പൊടുന്നനെ അവർ നിലത്ത് വീണു. പിന്നെ മുറ്റത്തിലെ മണ്ണിൽ കിടന്ന് തലങ്ങും വിലങ്ങും ഉരുളാൻ തുടങ്ങി. അത്രയും അഭ്യാസം കാട്ടാനുള്ള ആരോഗ്യം ആ വൃദ്ധയ്ക്കുണ്ടായിരുന്നില്ല. എന്നിട്ടും ഒരു അത്യാവശ്യ ചടങ്ങ് പോലെ അവർ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരുന്നു. വേറെ ആരുമില്ലേ ഇവിടെ? ചിന്തു ചുറ്റും നോക്കി. ഉണ്ടേ,
മുറ്റത്ത് ഒരു കോണിൽ നിന്നിരുന്ന കുഴിഞ്ഞ കണ്ണുകളുള്ള മധ്യവയസ്ക അറിയിച്ചു, മാമിയുടെ മരുമോളാ ഞാൻ. മകന്റെ പെമ്പറന്നോത്തി. എങ്ങനെയാണ് അയാൾ മരിച്ചത്? അന്ന് ഏമാൻ സ്റ്റേഷനിലോട്ടിച്ച് വിളിപ്പിച്ച ദിവസം വൈകുന്നേരമാ. സ്റ്റേഷനിൽ നിന്ന് വന്നേ പിന്നെ ഒരേ കിടപ്പായിരുന്നു. വല്ലാത്ത മനസ്താപത്തിൽ. അതിനിടയിൽ എന്റെ ആമ്പറന്നോനെ വിളിച്ച് കുടിക്കണമെന്ന് ആംഗ്യം കാണിച്ചു. മൂവന്തി നേരത്തമ്മാവന് ഇച്ചിരി വാറ്റുചായ മോന്തണ്ണ ശീലം പണ്ടേ ഉണ്ട്. ഒരാഴ്ച വേണമെങ്കിൽ മുഴുപ്പഷ്ണി കിടക്കും. പക്ഷേ ഒരന്തിച്ചാരായം കൂടാതെ കിടന്നിറങ്ങാൻ അമ്മാവന് പറ്റുകയില്ല. അതറിയാവുന്നതുകൊണ്ട് എന്റെ ആമ്പറന്നോൻ വെക്കം പോയൊരു കുപ്പിയും വാങ്ങിക്കൊണ്ട് വന്നു. ആ ഒരു കുപ്പിച്ചാരായം മുഴുവൻ അമ്മാവനൊറ്റ വലിക്കകത്താക്കി ഉറക്കെ ഒരേമ്പക്കം വിട്ടു. ഇച്ചിരി കഴിഞ്ഞപ്പം തലയിട്ട് വട്ടം ചുറ്റിക്കാൻ തുടങ്ങി. ആരോ കഴുത്തിന് പിടിച്ച് മുറുക്കാൻ തുടങ്ങുന്നത് പോലെ. അതിനിടയിൽ ഒരു തവണ ഛർദിച്ചു. കട്ടച്ചോര. പിന്നെ തല ഒരു വശത്തേക്ക് ഒടിഞ്ഞു തൂങ്ങി. അതോടെ തീർന്നു. എന്റെ കെട്ടിയോനെ കൊന്നതാണേ. മരുമകൾ പറഞ്ഞു നിർത്തിയതും മുറ്റത്തെ മണ്ണിൽ ചുരുണ്ടിക്കിടന്നിരുന്ന അമ്മായിയമ്മ വീണ്ടും അലമുറ തുടങ്ങി. എന്റെ കെട്ടിയോൻ ഇന്നുവരെ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. പേടി കിട്ടുന്ന കൊച്ചുങ്ങൾക്ക് നൂല് ജപിച്ച് കൊടുക്കാറുണ്ട്. വയറ്റിക്കണ്ണികൾക്ക് കേടുപാടൊന്നും വരാതിരിക്കാൻ രക്ഷ എഴുതിയിടാറുണ്ട്. ചിലപ്പോ ആരെങ്കിലും നിർബന്ധിച്ചാൽ ക്ഷുദ്രമെടുക്കാറുമുണ്ട്. അങ്ങനെ മനുഷ്യന്മാർക്ക് ഗുണമുള്ള കാര്യങ്ങൾ മാത്രമേ എന്റെ ആള് ചെയ്തിട്ടുള്ളൂ. വയസ്സ് 82 ഇന്നുവരെ അങ്ങേരെ ആർക്കും ഒരു ദ്രോഹവും ചെയ്തതായി ഈ പ്രദേശത്ത് ഒരുത്തരും പറഞ്ഞു കേട്ടിട്ടില്ല. എന്നിട്ടാ ആ വടക്കേ വളവിൽ താമസിക്കുന്ന എന്തിയാനി എന്റെ ആമ്പറൊന്നു കൂടോത്രം ചെയ്തെന്ന് പറഞ്ഞ് പരാതി കൊടുത്ത് അങ്ങനെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചത്. അങ്ങനെ ആദ്യ കയറിയ അങ്ങനെ ചത്തത്. വടക്കേ വളവിൽ താമസിക്കുന്ന ആണുങ്ങളെ വലവീശി പിടിക്കുന്ന ആ എന്തരവൾക്ക് ഇപ്പോൾ പഴയ പോലെ കച്ചവടമില്ലാത്തത് എന്റെ ആമ്പറൊന്നും കൂടോത്രം ചെയ്തിട്ടൊന്നുമല്ല. അവൾക്ക് വയസ്സ് കൂടിപ്പോയിട്ടായിരിക്കും. അല്ലെങ്കിൽ വല്ല കൊള്ളരുതാത്ത സൂക്കേടും പിടിച്ചിട്ടായിരിക്കും. ചിന്തു നിമിഷങ്ങളോളം ആ മുറ്റത്ത് ആലോചിച്ചു നിന്നു. വൃദ്ധം മരിച്ചത് തങ്ങൾ വിളിച്ചു ചോദ്യം ചെയ്തപ്പോഴുണ്ടായ ആദ്യമൂലമോ അതോ മൂവന്തിക്കകത്താക്കിയ വാട്ടുചാരായത്തിന്റെ വീര്യമൂലമോ? സത്യത്തിൽ സ്റ്റേഷനിൽ വെച്ച് അയാൾക്ക് അത്ര ആദ്യമോ ഭയമോ ഒന്നും ഉണ്ടായിരുന്നതായി തോന്നുന്നില്ല. മേനകയെ നൂൽബന്ധമില്ലാതെ പറപ്പിച്ചു കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ച ആളാണ്. മാമിക്ക് ചാകാൻ തക്ക ദണ്ഡമൊന്നുമില്ലായിരുന്നുവെങ്കിലും അതിന് തക്ക പ്രായമൊക്കെ ആയിട്ടുണ്ടെന്നാണ് കെട്ടിയവളുടെ വിലാപത്തിൽ നിന്ന് തെളിയുന്നത്. 80 കഴിഞ്ഞ് എല്ലും തോലുമായി കഴിയുന്ന വൃദ്ധന് മരിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണമെന്നില്ല. ഒരു കവൾ ചോര ഛർദിച്ചു. ഉടൻ സിദ്ധി കൂടുകയും ചെയ്തു. ഇതുപോലെ ഓടവക്കത്ത് താമസിക്കുന്നവർക്ക് കോളറ പോലുള്ള രോഗങ്ങൾ ബാധിക്കാനും എളുപ്പമാണല്ലോ. മേനക ഉണ്ണി യക്ഷിയാണെന്നും അവൾ തന്റെ കയ്യിൽ നിന്നും പോയവളാണെന്നുമൊക്കെ അയാൾ പറഞ്ഞത് തനി ബെഡായിയാകും. എന്നാൽ മേനകയെ നൂൽബന്ധമില്ലാതെ തന്റെ മുന്നിൽ കൊണ്ടുവരാമെന്ന് വീരവാദം മുഴക്കിയ ആൾ ആ പകൽ എരിഞ്ഞടങ്ങും മുമ്പേ പരലോകം പ്രാപിച്ചത് അത്ഭുതമായിരിക്കുന്നു. ചാത്തന്നൂർ മാമിയുടെ അന്ത്യത്തിൽ മേനകയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? ചിന്തു മാമിയുടെ മുറ്റത്ത് നിന്ന് തിരിഞ്ഞു നടന്നു. റോഡിൽ വെച്ചിരുന്ന ബൈക്കിൽ കടന്നിരുന്നു. തന്റെ മനസ്സ് എവിടേക്കാണ് ഈ പോകുന്നത്? താൻ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? തന്റെ തോന്നലുകൾ മൊത്തം ഒരു ഭ്രാന്ത്. താനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്നത് കൂടാതെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് കൂടിയാണ്. ഈ ആധുനിക യുഗത്തിന്റെ സൃഷ്ടി. ജോലി കിട്ടും വരെ ഒരുപാട് വായിച്ചിട്ടുമുണ്ട്. സാമാന്യം ലോകവിവരവുമുണ്ട്. എന്നിട്ടും ബുദ്ധിഭ്രമം ബാധിച്ചവരെ പോലെയല്ലേ തന്റെ പെരുമാറ്റം? പുറത്തറിഞ്ഞാൽ ആളുകൾ അപഹസിക്കും വിധമാണ് തന്റെ നീക്കങ്ങൾ. മേനക രക്തത്തിലും മാംസത്തിലും തീർക്കപ്പെട്ട ഒരു സാധാരണ സ്ത്രീയല്ലേ? അവൾക്ക് എന്തെല്ലാമോ ദുരൂഹമായ കഥകളുണ്ടാവാം, അസാധാരണത്വങ്ങളും. അതിന്റെ പേരിൽ അവളിൽ അമാനുഷിക ആരോപിക്കുന്നത് എത്ര വിഡ്ഢിത്തമാണ്. ചാത്തന്നൂർ മാമി എന്ന നിരക്ഷരനായ വൃദ്ധന് എന്തും പറയാം. എന്നാൽ തന്നെപ്പോലൊരാൾ അത് വിശ്വസിക്കാനും അതിനനുസരിച്ച് കണക്കുകൾ കൂട്ടാനും തുടങ്ങിയാലോ? മേനകയെ കാണും മുമ്പ് ഇത്തരം അസാധാരണ കഥകൾ കേട്ടാൽ താൻ ഉറക്കെ കൂവുമായിരുന്നു. ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്ക് ശുദ്ധ ഭ്രാന്താണെന്ന് തന്നെയാണ് കരുതിയിരുന്നത്. എന്തിനേറെ മേനകയെക്കുറിച്ച് കല്യാണിയുടെ ആദ്യ റിപ്പോർട്ട് പോലും പരിഹാസത്തിൽ തട്ടിയെറിഞ്ഞവനാണ് താൻ. എന്നിട്ടൊടുവിൽ താൻ തന്നെ ആ കുഴിയിൽ വീണു. ഇല്ല, ഇനി ഇത്തരം കാര്യങ്ങളിലേക്ക് മനസ്സിനെ വ്യാപരിക്കാൻ അനുവദിക്കുകയേയില്ല. തീർച്ച. ചിന്തു വണ്ടി പറത്തി വിട്ടു. സമയം ആഴ്ചപ്പതിപ്പിന്റെ ഓഫീസ് ഗേറ്റിന് മുന്നിലെത്തിയപ്പോൾ കല്യാണി ഇവിടെ നിന്ന് സ്ഥലം വിട്ടുകഴിഞ്ഞിരുന്നു. ചിന്തു വാച്ചിൽ നോക്കി. 1/2 മണിക്കൂറിലധികം വൈകിയിരിക്കുന്നു. കാത്തുനിന്ന് അവൾ മുഷിഞ്ഞു കാണും. ചിന്തു നേരെ കല്യാണിയുടെ വീട്ടിലേക്ക് തിരിച്ചു. ബൈക്ക് കല്യാണിയുടെ വീടിന്റെ പോർച്ചിലെത്തി നിന്നതും കല്യാണി പൂമുഖവാതിൽക്കൽ നിന്ന് ഒന്ന് മുഖം കാണിച്ചു. കനത്ത മുഖം. പെട്ടെന്ന് അത് അകത്തേക്ക് മാഞ്ഞു. കല്യാണി പിണങ്ങിയിരിക്കുന്നു എന്ന് ചിന്തുവിന് മനസ്സിലായി. ചിന്തു ഇരിപ്പുമുറിയിലേക്ക് കയറി ചെന്നു. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. കല്ലു പിണങ്ങിയത് തന്നെ.
പിണങ്ങുന്നത്ര എളുപ്പത്തിൽ അവൾ ഇണങ്ങുകയും ചെയ്യുമെന്നതാണ് ആശ്വാസം. അല്ല, ചിന്തു അകത്ത് വന്നിരുന്നിട്ട് ഇവിടെ ആരും അറിഞ്ഞില്ലേ? മുഖം നിറയെ അത്ഭുതവുമായി കല്യാണിയുടെ അമ്മ മുന്നിൽ. ചിന്തു വന്നത് കല്യാണി അറിഞ്ഞതാണോ, അതോ എന്തിനെങ്കിലും പിണങ്ങി ഓടിക്കളഞ്ഞതാണോ? ചെറുചിരിയോടെ ചിന്തു അവർക്കൊരു മറുചോദ്യമാണ് നൽകിയത്. എവിടെ കല്ലുവിന്റെ അച്ഛൻ? മേല് കഴുകിയിട്ട് പൂജാമുറിയിലേക്ക് കടന്നതേയുള്ളൂ. ഉടനെ കാണാന്ന് വിചാരിക്കണ്ട. അത്താഴാകും വരെ സന്ധ്യാവന്ദനം നീളും. ഞാൻ ചെന്ന് കല്യാണിയെ പറഞ്ഞേക്കാം. കല്യാണിയുടെ അമ്മ സ്റ്റെയർ കേസ് ഓടിക്കയറി മുകളിലേക്ക് പോയി. ചിന്തു താഴെ കാത്തിരുന്നു. 4-5 നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ കല്യാണി സ്റ്റെയർ കേസിൽ പ്രത്യക്ഷയായി. പാതി ഇറങ്ങിയിട്ട് അവൾ നിന്നു. എവിടെയായിരുന്നു ഇന്ന്? അവളുടെ അടുത്ത് പോയതാണോ എന്റെ വിലക്ക് മറികടന്ന്? അവളുടെ അടുത്തോ? ആ അതെ. വല്ലാത്ത ഈർഷ്യ കല്യാണിയുടെ മുഖത്ത്. എന്താ അവളെ വിളിക്കുക? ആ പ്രോസ്റ്റിറ്റ്യൂട്ട്. പ്രോസ്റ്റിറ്റ്യൂട്ടോ? അതെ, ആ മേനക ഉണ്ണി. ചിന്തു പുഞ്ചിരിച്ചു. ഓ അതാണോ? ഞാൻ വിചാരിച്ചു മറ്റാരുടെയോ കാര്യമാണ് കല്ല് പറയുന്നതെന്ന്. കേൾക്കണോ മേനകയുടെ കഥകൾ? കല്യാണി പടികൾ ഇറങ്ങി വന്നു. ഗോപാലപുരത്തുള്ള ഒരു നന്ദാവർമ്മയെ ഞാൻ ഈയിടെ പരിചയപ്പെട്ടു. വലിയ കഥകളിക്കാരിയാണ്. സമയത്തിന്റെ വനിതാ കോളത്തിൽ നന്ദാവർമ്മയുമായുള്ള ഒരു ഇന്റർവ്യൂ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. സൂത്രത്തിൽ ഞാൻ അവരുടെ അടുത്ത് മേനക വിഷയം എടുത്തിട്ടു. ചിന്തുവിന് ഉത്സാഹം തോന്നി. എന്നിട്ട് ആദ്യമൊന്നും മടിച്ചെങ്കിലും ഒടുവിൽ അവരെല്ലാം പറഞ്ഞു, പുറത്താരും അറിയരുത് എന്ന നിബന്ധനയിൽ. സംഗതി കേൾക്കട്ടെ. ഗോപാലപുരത്തെ തെരുവുവാസികൾ പറയും പോലെ മേനക യക്ഷിയോ പ്രേതമോ മന്ത്രവാദിനിയോ ഒന്നുമല്ല. ഗോപാലപുരം കോവിലകത്ത് നിന്ന് വടക്കെവിടെയോ മാറി താമസിച്ചിരുന്ന രാജകുടുംബവുമായി രക്തബന്ധമുള്ളൊരു മേനകയാണ് മേനക ഉണ്ണിയായി മടങ്ങി വന്നിരിക്കുന്നതെന്ന് പറയുന്നതും തനി മടയത്തരമാണത്രേ. രാജകുടുംബമായി ബന്ധമുള്ള മേനകയ്ക്ക് 50-ലധികം വയസ്സ് പ്രായമുണ്ടത്രേ. എന്നാൽ വൈകുണ്ഠം കൊട്ടാരത്തിൽ താമസിക്കുന്ന ഉണ്ണിയമ്മ 25-30 മധ്യ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരിയാണ്. ഈ പൊരുത്തക്കേട് തന്നെ മേനകയുടെ കള്ളത്തരം വ്യക്തമാക്കുന്നു. ഇനി മറ്റൊന്ന്, രാത്രികാലങ്ങളിൽ വൈകുണ്ഠം കൊട്ടാരത്തിൽ പലരും ചെല്ലാറുണ്ടത്രേ. ഗോപാലപുരംകാരല്ല, പുറമ്പാട്ടികൾ, ഉന്നതന്മാർ, വിദേശി കാറുകളും സ്റ്റേറ്റ് കാറുകൾ പോലും രാത്രികളിൽ ആ ഗേറ്റിൽ എത്താറുണ്ടത്രേ. ചിന്തുവിന്റെ മുഖം കുനിഞ്ഞു. വയ്യ, മേനക യക്ഷിയാണെന്ന് വേണമെങ്കിൽ വിശ്വസിക്കാം, വേഷിയാണെന്ന് കരുതാനാവില്ല. അതുകൊണ്ടാ ചോദിച്ചത് ഇന്ന് പോയത് മേനകയെ കാണാനായിരുന്നു എന്ന്. അല്ല, മേനക ആരുമാവട്ടെ, ഇനി ഞാൻ അവിടെ പോവില്ല, തീർച്ച. കല്ലുവിന് തന്ന വാക്ക് തെറ്റിക്കില്ല. പിന്നെ ഇന്ന് പോയത്? ചിന്തു താൻ പോയത് എവിടെയാണെന്ന് വിശദീകരിച്ചു. കഷ്ടം. കല്യാണി മൂക്കിൽ വിരവൽച്ചു. ഒരു നാൾ പോലീസ് യൂണിഫോം അഴിച്ചെറിഞ്ഞ് ചിന്തു വല്ല മന്ത്രവാദികളുടെയും ശിഷ്യത്വം സ്വീകരിച്ചു കളയുമോ എന്നാണ് എന്റെ പേടി. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാനത് വിട്ടു, ഇനിയില്ല. എന്നാൽ പിറ്റേന്ന് ഉച്ച തിരിഞ്ഞപ്പോൾ ചിന്തുവിന് സ്റ്റേഷനിൽ ഒരു കോൾ വന്നു. ഒരു സ്ത്രീയുടെ മധുരസ്വരം. ചിന്തുവല്ലേ? ഞാൻ മേനകയാണ്. പെട്ടെന്നുണ്ടായ സംഭ്രമത്താൽ ചിന്തുവിന് പ്രചരിക്കാനായില്ല. അപ്പോൾ അടുത്ത വാചകം, ഇന്ന് വൈകുന്നേരം ഇവിടം വരെ ഒന്ന് വരാമോ? അത്യാവശ്യമാണ്. എനിക്കൊരു സഹായം. ഇക്കാര്യത്തിൽ എനിക്ക് ആശ്രയിക്കാൻ മറ്റാരുമില്ലാഞ്ഞിട്ടാണ്. അപ്പോഴും ചിന്തു ശബ്ദിച്ചില്ല. വരില്ലേ? കാതരമായ ചോദ്യം. അതോടെ ചിന്തു കല്യാണിക്ക് നൽകിയ വാക്കു മറന്നു. വരാം, അവൻ സമ്മതിച്ചു. ഉടൻ ഫോൺ ഡിസ്കണക്റ്റായി.